കുസും അനോട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്നതിന് തെളിവായി ടെൻഡർ പുറത്തുവിട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. അഴിമതി മറിക്കാൻ അനോട്ട് സിഇഒ പച്ചക്കള്ളം പറയുന്നുവെന്നും ബിഡിലെ തുക തിരുത്തിയെന്നും അഴിമതിക്ക് വേണ്ടിയാണ് ഈ ക്രമക്കേടുകൾ നടത്തിയതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ചേരുന്നു. ബിനിൽ, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്, മാത്രമല്ല ഇക്കാര്യങ്ങളൊക്കെ ഒരു ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് ഒരു കത്തൊക്കെ നൽകിയതാണ്. മാത്രമല്ല ഒരു ഗൂഢസംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെയും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? സേതു, ഈ ടെൻഡറിലെ വിവരങ്ങൾ പങ്കുവച്ചാണ് അത് പുറത്തുവിട്ടാണ് രമേശ് ചെന്നിത്തല ആരോപണം കടുപ്പിക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ അനർട്ടിന്റെ സിഇഒ ഒരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതിൽ ഇത്തരത്തിൽ 240 കോടിക്ക് ടെൻഡർ വിളിച്ചിട്ടില്ല എന്നാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ടെൻഡറിന്റെ പകർപ്പ് അതിൽ ആ തുക 240 കോടി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയത് പുറത്തുവിട്ടാണ് ഈ ആരോപണം കടുപ്പിക്കുന്നത്. അനർട്ടിന് ഇത്തരത്തിൽ അനർട്ട് സിഇഒയ്ക്ക് ഒരു 5 കോടിക്ക് മുകളിലുള്ള പദ്ധതി ടെൻഡർ വിളിക്കാൻ അധികാരമില്ല. അതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. അത് അനുമതി ഇല്ലാതെയാണ് ഇത് വിളിച്ചിട്ടുള്ളത് എന്നാണ് ചെന്നിത്തല ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ കമ്മീഷൻ നേടിയിട്ടുണ്ട് എന്നാണ് ആരോപണത്തിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ ഫിനാൻഷ്യൽ ബിഡ്, അതിന് തുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലെ തുക തിരുത്തിയിട്ടുണ്ട്. അതിനെ തിരുത്തിയതിൽ ഒരു വിശദീകരണം അനർട്ട് നൽകുന്നത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നാണ്. അത് പരിഹാസ്യമായിട്ടുള്ള ഒരു മറുപടിയാണ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, CAG റിപ്പോർട്ടിൽ ഇക്കാര്യത്തിൽ, അതായത് ഇതിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ അനർട്ടിന്റെ സിഇഒ പറഞ്ഞിരുന്നത്. ഇക്കാര്യം ഇത് പച്ചക്കള്ളമാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പദ്ധതി കാലയളവ് അത് അടുത്ത CAG റിപ്പോർട്ടിലാണ് അത് പരാമർശിക്കുക. അതുകൊണ്ട് ഇല്ലാത്ത ഒരു CAG റിപ്പോർട്ട് അത് ചൂണ്ടിക്കാണിച്ചാണ് ഈ അഴിമതി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ അടിമുടി അഴിമതിയുണ്ട്, കമ്മീഷൻ സർക്കാർ പറ്റിയിട്ടുണ്ടെന്നാണ്, അതിന് തെളിവുകൾ കൈവശമുണ്ട് എന്നാണ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആ തെളിവുകൾ വൈകാതെ പുറത്തുവിടും. മാത്രമല്ല ഒരു ഫോറൻസിക് പരിശോധന ഇക്കാര്യത്തിൽ വേണം. മാത്രമല്ല നിയമസഭാ സമിതിയെ വെച്ച് ഇക്കാര്യത്തിൽ അന്വേഷണം തുടർന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഈ കൂടുതൽ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. സേതു, ഓക്കെ ബിനിൽ, വ്യക്തമാണ്.